നമസ്കാരം. നമ്മളുടെ ബൈക്കിലുള്ള ഹെൽമറ്റ് ലോക്കറിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് 2013 മോഡൽ യൂണിക്കോൺ ബൈക്കാണ്. ഈ ബൈക്കിലുള്ള ഹെൽമറ്റ് ലോക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ലോക്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പുറത്തെ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്കിൻ്റെ സീറ്റിൻ്റെ ലോക്ക് മാറും. അതുപോലെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചെറിയൊരു ലിവറുണ്ട്, അതാണ് ഹെൽമറ്റ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. സാധാരണ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ പലരും ബൈക്കിൽ നിന്നും ഹെൽമറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ശീലമുള്ളത് കൊണ്ട് പലരും മറ്റ് ലോക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളുടെ വാഹനത്തിൽ തന്നെ പല രീതിയിലുള്ള ലോക്കുകളുണ്ട്. നിങ്ങളുടെ വാഹനത്തിലുള്ള ലോക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, കാരണം സാധാരണക്കാർക്ക് ഉപകാരപ്പെടും. ഈ വാഹനത്തിൽ നമുക്ക് ഇങ്ങനെയാണ് ലോക്ക്. അത് ചെയ്യുന്ന രീതി, ഹെൽമറ്റിൻ്റെ സ്ട്രാപ്പിലുള്ള ഈ ഒരു ലോക്ക് എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു വള്ളി അതിനകത്ത് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് കിടക്കും. അപ്പോൾ നമ്മൾ ഓർക്കും അത് നല്ല ബ്ലേഡ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് പോകാം, അങ്ങനെയും ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ആ ലോക്കിൻ്റെ ഫുൾ സ്ട്രാപ്പ്, അതായത് ആ ലോക്കിൻ്റെ ഫുൾ സ്ട്രാപ്പ് ഇടയ്ക്കായിട്ട് കയറ്റി വെച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചാൽ പോരത്തില്ല. കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഹെൽമെറ്റ് ലോക്ക് ഉൾപ്പെടെയാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആരും പൊതുവെ എടുത്തുകൊണ്ട് പോകാറില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ, നിങ്ങളുടെ ഇപ്പോൾ ഹീറോ ഹോണ്ടയോ മറ്റേത് ബൈക്കോ ആയിക്കോട്ടെ, ആ ബൈക്കിൽ എങ്ങനെയാണ് ഹെൽമെറ്റ് ലോക്ക് ഉള്ള കാര്യം കൃത്യമായി കമൻറ്റ് ചെയ്യുക. ഞാനിത് കൃത്യമായി ലോക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇത്തിരി അഴുക്ക് പിടിച്ചിരിക്കുന്നത്. സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വളരെ കൃത്യമായ രീതിയിൽ പെട്ടെന്ന് ലോക്കും അൺലോക്കും ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്നത് ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്